നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര വിവാദത്തിൽ. സുരേന്ദ്രന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വിവരങ്ങളടങ്ങിയ പോസ്റ്ററിലെ ജാതീയത ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമുയരുന്നത്. നവോത്ഥാനത്തിൽ നിന്ന് പിന്നോട്ട് നടത്തുകയാണെന്ന് ദളിത് ചിന്തകർ ആരോപിക്കുന്നു. ഇന്നലെ കോഴിക്കോട് വെച്ച് നടന്ന പദയാത്രയ്ക്കിടെയുള്ള ഉച്ചയൂണ് SC/ST നേതാക്കളോടൊപ്പം എന്നെഴുതിയ പോസ്റ്ററിനെതിരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം രൂക്ഷ വിമർശനവുമായി ആളുകൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ബി.ജെ.പിയുടെ ഔദ്യോഗിക പേജിലും ബി.ജെ.പി. കേരളം പേജിലുമെല്ലാം ഈ പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ ചെയ്തിരുന്നു. SC/ST നേതാക്കളെ എടുത്തുപറഞ്ഞ് ബി.ജെ.പി. ഇന്നും തുടരുന്ന ജാതി വിവേചനം കാരണമെന്നാണ് ദളിത് ചിന്തകരടക്കം ഉയർത്തുന്ന പ്രധാന വിമർശനം. ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടക്കുന്നവരുടെ ജാതിവെറിയാണ് പുറത്തുവരുന്നതെന്നാണ് പോസ്റ്ററിന്റെ പ്രധാന വിമർശനം. സവർണ മേൽക്കോയ്മയെ പുൽകുന്ന ബി.ജെ.പിയുടെ ജാതീയമായ അധിക്ഷേപത്തിന്റെ അങ്ങേയറ്റമാണ് ഈ പോസ്റ്റർ. പന്തി ഭോജനത്തിലൂടെ ജാതീയതയെ തൂത്തെറിഞ്ഞ നവോത്ഥാന കേരളത്തിനെ പിന്നോട്ട് നടത്തുകയാണ് ബി.ജെ.പി. എന്നും ദളിത് ചിന്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരേന്ത്യയിലെ SC/ST വിഭാഗക്കാരുടെ വീടുകളിൽ ബി.ജെ.പി. നേതാക്കൾ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും പ്രചാരണമാക്കുകയാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ രീതി. ഇത് കേരളത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന അജണ്ട SC/ST വിഭാഗക്കാർ തിരിച്ചറിയണമെന്നും ദളിത് ആക്ടിവിസ്റ്റുകൾ പറയുന്നു. ഞങ്ങളിൽ ഇനിയും സവർണ മേൽക്കോയ്മയെ ആരോപിക്കരുതേ എന്ന് ട്രോളിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയകളിൽ ബി.ജെ.പിയെ വിമർശകർ പരിഹസിക്കുന്നത്. ബി.ജെ.പിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. കെ. സുരേന്ദ്രന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെങ്കിലും ബി.ജെ.പിയുടെ ജാതീയതയും പിന്നോക്കക്കാരോടുള്ള മനോഭാവവും മനസ്സിലാക്കണമെന്നും വിമർശകർ പറയുന്നു. ബി.ജെ.പി. ഭരണത്തിലെത്തണമെന്നും സനാതന ഹിന്ദു ആകാൻ നടക്കുന്നവന്റെ സ്ഥാനം എവിടെയാകുമെന്ന് അപ്പോൾ മനസ്സിലാകുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന കേരള പദയാത്ര NDA ഘടകകക്ഷിയായ BDJS ബഹിഷ്കരിച്ചിരുന്നു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ BDJS നേതാക്കളോ പ്രവർത്തകരോ പങ്കെടുത്തില്ല. NDAയുടെ പരിപാടികളിൽ പാർട്ടിയെ തഴയുന്നുവെന്ന് ആരോപിച്ചാണ് ബഹിഷ്കരണം.